ഹലോ! മഞ്ചേരിയിലോട്ട് പോവാണ് കേട്ടോ. കുട്ടികളെല്ലാവരും ഉണ്ട്. ഇവർക്ക് സബ് ജൂനിയർ സ്റ്റേറ്റ് എറണാകുളത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അക്ഷയ്ക്കുട്ടിയുടെ അനിയനാണ്. ഞങ്ങൾ നേരത്തെ എത്തി, കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇത് അക്ഷയൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കമ്പനിയാണ്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ധന്യ ചേച്ചിയും പ്രസാദേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലോട്ട് പോയി. ദച്ചു ആണെങ്കിൽ അക്ഷയുടെ അനിയനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അനിയൻകുട്ടൻ നല്ല പാവമാണ്, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയൊക്കെയാണ് അവൻ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. ഇത് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ബോയ്സൊക്കെ അവിടെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു സ്കൂൾ ഗ്രൗണ്ടാണിത്. ഇവിടെയാണ് ക്രിക്കറ്റ്, ഫുട്ബോള് എല്ലാം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ്. പിന്നെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ പുത്രി, ഇതിനെ അറിയാമല്ലോ. പിന്നെ അങ്ങനെ ദേ അക്ഷയുടെ അനിയനാണെങ്കിൽ ഇങ്ങനെ ഫോൺ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആള് പുറത്ത് നടക്കുന്ന ഒന്നും കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അതേ അടുത്ത ഫ്ലൈറ്റ് പോകുന്നത്. അന്ന് കൊട്ടപ്പുറത്ത് മത്സരത്തിന് പോയപ്പോഴും ഇതേപോലെ ഫ്ലൈറ്റ് പോകുന്നത് കാണാം. അത് കരിപ്പൂരായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ആറേ കാലോടുകൂടി ഇവരുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അവർ വാമപ്പൊക്കെ ചെയ്തിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം. ഋതു ഇന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു, ജലദോഷം ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുട്ടികൾ ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരിയായിട്ട് ഇനി ബസ്സിന് വേണം പോവാൻ. അപ്പോൾ ഓരോരുത്തരെ ഓരോ സ്റ്റോപ്പിൽ ഇറക്കിയാണ് കേട്ടോ പോകുന്നത്.